അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇന്ന് അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ശ്രേഷ്ഠ നാമത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ഈ ഒരു നാമം ഇന്ന് പരിശുദ്ധമായിട്ടുള്ള ദുൽഖഅദ് 10 ഇന്ന് മുതൽ തുടങ്ങിയിട്ട് ഈ ഒരു മാസം അവസാനിക്കുന്നത് വരെയോ അല്ലെങ്കിൽ അതിന് മുമ്പായിട്ടോ നിങ്ങൾക്ക് ഇത് ചൊല്ലി തീർക്കാൻ കഴിയുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. ഈ ഒരു എണ്ണപ്രകാരം ഇൻഷാ അല്ലാഹ് അതെങ്ങനെയാണെന്ന് നമുക്ക് ഈ ഒരു വീഡിയോയിലൂടെ ഒന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകളൊന്ന് ലൈക്ക് ചെയ്ത് വെക്കണേ. അതേപോലെ തന്നെ ഇതിന് അർഹതപ്പെടുന്നവരിലേക്ക് വീഡിയോ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കൂടെ ചെയ്യുക. ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനും ശ്രമിക്കാം ഇൻഷാ അല്ലാഹ്. അപ്പോൾ നമുക്ക് ആ വിഷയത്തിലേക്ക് കടക്കാം. ഇന്ന് നമ്മുടെ ഈ ഒരു വിരൽത്തുമ്പിൽ കിട്ടാത്തതായിട്ടൊന്നുമില്ല അല്ലേ? എന്തൊരാവശ്യമാണെങ്കിലും ആ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ദിക്റും ദുആകളൊക്കെ നമ്മുടെ ഈ ഒരു വിരൽത്തുമ്പിൽ നിന്നുണ്ട്. പക്ഷേ ഈ ഒരു ഇസ്മ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു തരക്കാർക്കും ചൊല്ലാൻ പറ്റിയിട്ടുള്ള ഒരു ഇസ്മ തന്നെയാണ്. ചെറിയവർക്കും വലുതവർക്കും അതുപോലെ തന്നെ ശുദ്ധിയുള്ളവർക്കും ഇല്ലാത്തവർക്കൊക്കെ ചൊല്ലാൻ പറ്റിയിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ഏതൊരു സമയത്തും ഈ ഒരു അമലിനെ ചൊല്ലി തുടങ്ങാനും പറ്റും. അതാണ് ഈ ഒരു ഇസ്മിൻ്റെ മഹത്വം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതെങ്ങനെയാണ് ചൊല്ലേണ്ടതെന്ന് നോക്കാം. അതിന് മുമ്പായിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കാനുണ്ട്. ഒന്നാമതായിട്ട് ഈ ഒരു ഇസ്മിനെ നിങ്ങൾ ചൊല്ലി തുടങ്ങുകയാണ് നിങ്ങൾ മനസ്സിൽ നിങ്ങൾ കരുതുന്നതിൻ്റെ മുമ്പായിട്ട് നിങ്ങൾ നിലനിർത്തേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് മറ്റുള്ളവരുടെ കുറ്റം പറച്ചിൽ ആദ്യം നിർത്തുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ്റേത് അങ്ങനെയാണ് ഇവൻ്റേത് ഇങ്ങനെയാണ് ഈ ഒരു പറച്ചിലുള്ള ഈ ഒരു കമ്പാരിസൺ ഒന്ന് നിർത്തുക. അതിനുശേഷം നമ്മളൊരു വില കൊടുക്കുക. നമ്മുടെ ദുആക്കും പടച്ചോൻ ഉത്തരം തരും എന്നുള്ളൊരു വിശ്വാസം നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരിക. അതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് വേണ്ടത് 5 വക്ത് നിസ്കാരം കള ആകാതെ മുറ പോലെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അത് ആ ബാങ്ക് കൊടുത്ത ആ ഒരു ടൈമിൽ തന്നെ നിസ്കരിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആണ് നീട്ടി വെക്കാതെ വേഗം ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതിന് ശേഷം പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നിട്ടുണ്ടോ എന്തൊക്കെ പ്രയാസങ്ങൾ വന്നിട്ടുണ്ടോ അതൊക്കെ ഒന്നിരുന്ന് പടച്ചോനോട് പറയാൻ കുറച്ച് സമയങ്ങൾ കണ്ടെത്തുക. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ റസൂലിനോട് നമ്മൾ സലാത്തും സലാമും ഈ ഒരു നിയ്യത്ത് വെച്ച അന്ന് മുതൽ നിങ്ങളൊരു 100 എണ്ണമെങ്കിലും ചുരുങ്ങിയത് ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഇസ്തിഗ്ഫാറും ഒരു 100 എണ്ണം ചൊല്ലാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇത്തരം കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരുടെ കുറ്റം കുറവ് നമ്മുടെ മനസ്സിനൊരു ചീത്തയായിട്ടുള്ളൊരു വഴിയിലേക്ക് നമ്മൾ തുറന്നു വിടാതിരിക്കുക. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തേത് 5 വക്ത് നിസ്കാരം നമ്മൾ കൃത്യമായിട്ട് മുറ പോലെ നിസ്കരിക്കുക. അതതിൻ്റെ സമയത്ത് എന്തൊക്കെ പ്രശ്നം വന്നാലും അത് വൈകിപ്പിക്കാതിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തേത് ഇസ്തിഗ്ഫാർ അസ്തഗ്ഫിറുല്ലാഹ് അൽ-അദീം എന്നുള്ളതിനെ നമ്മളെ കൊണ്ട് ചെല്ലാൻ കഴിയുന്ന എണ്ണം നമ്മൾ ചൊല്ലുക. അതാണ് മൂന്നാമത്തെ കാര്യം. അതിന് ശേഷം മുത്ത് റസൂലിൻ്റെ പേരിൽ ഒരു 313 സലാത്തോ അല്ലെങ്കിൽ 101 സലാത്തോ അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് കഴിയുന്ന എണ്ണം സ്വലാത്ത് അതേപോലെ തന്നെ സലാമും ചൊല്ലുക. ഇതാണ് നാലാമത്തെ കാര്യം. ഇത്തരം കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ഈ ഒരു അമലിനെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്തരം കാര്യങ്ങൾ ഈ ഒരു അമൽ ചെല്ലുന്ന അന്ന് മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്തേണ്ട ഒരു കാര്യമാണ്. മുടക്കി കളയാതിരിക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് എങ്ങനെയാണ് അത് ചെയ്യുക എന്ന് നോക്കാം. അള്ളാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയെ കൊണ്ട് നമുക്ക് കിട്ടാൻ പറ്റാത്തതായിട്ടൊന്നുമില്ല. എന്തൊരാവശ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ നിയ്യത്ത് വെച്ചിട്ടുള്ളതെങ്കിലും അള്ളാഹിൻ്റെ അസ്മാഉൽ ഹുസ്നയാണ് നിങ്ങൾ ചെല്ലേണ്ടത്. അള്ളാഹിൻ്റെ ഇസ്മാണോ നിങ്ങൾ പടച്ചോനോട് വിളിക്കുന്നത് ആ ഒരു കാര്യം റബ്ബ് വിളി കേൾക്കുക തന്നെ ചെയ്യും. അത്രയും ഫലവത്താണ് അല്ലേ? അപ്പോൾ അതിന് മുമ്പായിട്ടൊരു കാര്യം കൂടെ പറയാണ്. നമ്മുടെ ഈ ഒരു വനിതാ നിലാവ് ഖുർആനിക് സൊല്യൂഷൻസ് എന്ന ഈ ഒരു ഇസ്ലാമിക് ചാനലിൽ നമ്മൾ ഒരുപാട് ദിക്റുകളും സലാത്തുകളും അതുപോലെ തന്നെ സൂറത്തുകളൊക്കെ ഇട്ടിട്ടുണ്ട് അല്ലേ? ഒരു കാര്യം കൂടെ നിങ്ങൾ അറിയിക്കാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പരിശുദ്ധമായിട്ടുള്ളൊരു മക്കാമിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത്. ഈ ഒരു മക്കാമ് ഇവിടെ അടുത്താണ്, ഈ ഒരു പ്രദേശത്തടുത്താണ്. പക്ഷേ കുറച്ച് ദൂരമുള്ള ആളുകൾ വരെ ഇതിലേക്ക് വരാറുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു മക്കാമിൽ മാസം തോറും ഓരോ മജ്‌ലിസുകൾ നടത്തുന്നുണ്ട്. ഈ മജ്‌ലിസിൽ എന്തെങ്കിലും ഒരാവശ്യം ഉള്ളിൻ്റെ ഉള്ളിൽ നിയ്യത്ത് വെച്ചിട്ട് നിങ്ങൾ ഈ ഒരു മജ്‌ലിസിൽ 3 തവണ നിങ്ങൾ പങ്കെടുക്കുന്നോ അല്ലെങ്കിൽ ഒരു 11 രൂപയോ ഒരു 101 രൂപയോ ഒക്കെ നിങ്ങൾ നിയ്യത്ത് വെക്കുകയാണ്. ഞാൻ എൻ്റെ ഒരു ഉദ്ദേശം നിറവേറിയിട്ടുണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി കൊടുക്കുകയാണ് എന്നുള്ളത്. ഇത്തരത്തിൽ നിങ്ങൾ മനസ്സുകൊണ്ട് നിങ്ങളൊന്ന് ഉദ്ദേശിച്ചിട്ട് നിങ്ങൾ അവിടേക്ക് വരികയും ചെയ്യുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് ആ ഒരു കാര്യത്തിൻ്റെ തടസ്സങ്ങളെ പടച്ച തമ്പുരാൻ തന്നെ എടുത്ത് മാറ്റുന്നതായിട്ട് ഒരുപാട് അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? അതാണ് ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇത് പറയാൻ കാരണം. ഇതിൻ്റെ ഒരു നമ്മുടെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു അനുഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ ഒരു വർഷകാലമായിട്ട് ഒരു ഭയങ്കരമായിട്ടുള്ളൊരു വൈറസ് ബാധിതയായിട്ടുള്ള ഒരു സ്ത്രീ
ഒരു ഉമ്മ എന്ന് തന്നെ പറയാം. ഒരു വർഷക്കാലം കോമയിലായിരുന്നു, അതുപോലെ തന്നെ വെൻറ്റിലേറ്ററിലായിരുന്നു. ഇവിടെ ഒന്നും അല്ല, കോയമ്പത്തൂർ എവിടെയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ മജ്‌ലിസിൽ ഞാൻ ചെന്ന ടൈമിൽ അവിടുന്ന് പറയുന്നത് കേട്ടു, ഇത്ര രൂപ ഇവർ സംഭാവന ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. പിറ്റത്തെ മജ്‌ലിസിൽ പറയുന്നത് കേൾക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആ മാസം കഴിഞ്ഞ് അടുത്ത മാസമായി ആ മജ്‌ലിസിൽ അവരുടെ ഒരു പരിധി വരെ റാഹത്തായിട്ടുണ്ട്. അവരെ അവിടുന്ന് മാറ്റി റൂമിലേക്ക്, വെൻറ്റിലേറ്ററിൽ നിന്ന് മാറ്റി ICU മാറ്റി റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള വാർത്തയാണ് പിന്നെ വന്നത്. അപ്പോൾ ഇതുപോലെ ഒരനുഭവമല്ല, അനേകം അനുഭവങ്ങൾ, 10 വർഷമോ 20 വർഷമൊക്കെ മുടങ്ങിക്കിടക്കുന്ന കാര്യങ്ങൾ വരെ നേരെയായിട്ടുള്ള സംഭവങ്ങൾ, അനുഭവങ്ങൾ ഈ ഒരു മക്കാമിൻ്റെ പിന്നിലുണ്ട്. ഇൻഷാ അള്ളാ വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മക്കാമിനെക്കുറിച്ച് കൂടുതൽ അറിയണം എന്നുണ്ടെങ്കിലും, അതുപോലെ തന്നെ എങ്ങനെയാണ് ഇവിടേക്ക് നേർച്ച വെക്കുക എന്നുള്ളത്, മാസാന്ത മജ്‌ലിസുകൾ എപ്പോഴൊക്കെയാണ് നടക്കുക, ഇതിനൊക്കെ കുറിച്ചിട്ട് അറിയണം എന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തിടാം. എന്നാൽ പിന്നെ നമുക്കതിനനുസരിച്ചിട്ട് ചെയ്യാമല്ലോ. ഇൻഷാ അള്ളാ എന്താണെങ്കിലും അറിയിക്കണേ. ഒരുപാട് ഞാമത്തുകളുണ്ട് അല്ലേ ഈ ഒരു മജ്‌ലിസിന്. അതേപോലെ തന്നെ ഈ അടുത്തായിട്ട് ഇനി മജ്‌ലിസ് വരുന്നുണ്ട്. ആവശ്യമുണ്ടെങ്കിൽ ഞാൻ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് തരികയോ അല്ലെങ്കിൽ ലൈവായിട്ട് അവിടെ നിന്ന് വിട്ട് തരിക, എന്തെങ്കിലുമൊക്കെ ചെയ്യാം. ആവശ്യമുണ്ടെങ്കിൽ പറയണേ ഇൻഷാ അള്ളാ. അപ്പോൾ ആ ഒരു ഇസ്മ നമുക്കൊന്ന് നോക്കിയിട്ട് ഇന്നത്തെ വീഡിയോ നമുക്കിവിടെ അവസാനിപ്പിക്കാം അല്ലേ. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ. യാ ബാസിത്തു യാ അള്ളാ എന്നുള്ള അള്ളാഹുവിൻ്റെ ഇസ്മ, യാ ബാസിത്തു യാ അള്ളാ. ഈ ഇസ്മിനെ നമ്മൾ 16,664 തവണ നീയത്ത് വെച്ചിട്ട് നിങ്ങൾക്ക് ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ ഈ ഒരു മാസം അവസാനിക്കുന്നതിന് മുമ്പായിട്ടോ ചൊല്ലി തീർക്കാൻ കഴിയുകയാണെങ്കിൽ ഇൻഷാ അള്ളാ ആ ഒരു ആവശ്യം എന്ത് തന്നെയാണെങ്കിലും, ആ ഒരു മുറാദ് എന്ത് തന്നെയാണെങ്കിലും റബ്ബ് സുബ്ഹാനഹു വ തആല സാധിപ്പിച്ച് തന്നിട്ടുണ്ടാകും. ഉറപ്പാണ്. വിശ്വാസത്തോടു കൂടെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഒരിക്കലും ഇതെനിക്ക് കിട്ടൂല എന്നുള്ള വിചാരത്തിൽ മറ്റ് അമലുകളെ പോലെ അല്ലെങ്കിൽ ഞാൻ മറ്റു കാര്യങ്ങൾ ചെയ്തതുപോലെ തടസ്സമായി മാറും എന്ന് വിചാരിക്കാതെ, അല്ലെങ്കിൽ ഒരു വിശ്വാസമില്ലാതെ, ഒരു പോസിറ്റീവ് മൈൻഡ് ഇല്ലാതെ നിങ്ങളത് ചൊല്ലുകയാണെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം കിട്ടൂല. വിശ്വാസത്തിൽ എനിക്ക് കിട്ടും, എൻ്റെ റബ്ബ് എന്നെ കാണുന്നുണ്ട്, എൻ്റെ റബ്ബിൻ്റെ ഇസ്മ വിളിച്ചിട്ടാണ് ഞാൻ ഈ ദുആ ചെയ്യുന്നത്, ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിൽ തോന്നുകയും ആ ഒരു വിശ്വാസത്തിൽ നിങ്ങളത് ചൊല്ലുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിൻ്റെ ആ ഒരു ഫലം വേഗത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേഗത്തിൽ തന്നെ കാണാൻ സാധിക്കുക തന്നെ ചെയ്യും. അപ്പോൾ ഇൻഷാ അള്ളാ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇനിയും ഇത്തരം അമലുകൾ ചൊല്ലാനും അതേപോലെ തന്നെ നിലനിർത്തി കൊണ്ടുപോകാനും തൗഫീഖ് നൽകട്ടെ. എന്തെങ്കിലും ഇടങ്ങേറുകൾ, മുസീബത്തുകൾ നമ്മളുടെ ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല വരുത്തണമെന്ന് ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ റബ്ബ് സുബ്ഹാനഹു വ തആല മാറ്റിത്തരട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹങ്ങൾ നമ്മളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ റബ്ബ് സുബ്ഹാനഹു വ തആല ഇട്ട് തരട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.